നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഡോക്ടർ ശശി തരൂർ കൃത്യമായി വോട്ട് ചോരിയും SIR നടപടിയെക്കുറിച്ചും പാർലമെന്റിനകത്തും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളോടും ഈ രാജ്യത്തെ ദേശീയ മാധ്യമങ്ങളോടും കണക്ക് സഹിതം പറഞ്ഞിരിക്കുന്നത് തൻ്റെ സ്വന്തം തട്ടകമായ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ 4 നിയമസഭാ മണ്ഡലങ്ങളിലെ വലിയ തോതിലുള്ള വോട്ട് വ്യത്യാസത്തിന്റെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ്. അതായത് കൃത്യമായി BJPക്ക് ലീഡ് നേടിക്കൊടുത്ത, കഴിഞ്ഞ തവണ ശശി തരൂറിന്റെ എതിരാളിയായ ഇപ്പോഴത്തെ കേരളത്തിലെ യൂണിറ്റ് പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖരന് ലീഡ് നേടിക്കൊടുത്ത നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം എന്നീ മണ്ഡലങ്ങളിൽ അതിശക്തമായി അവിടെ വോട്ടർ പട്ടികയിൽ നിന്നും വോട്ടർമാരെ വെട്ടിക്കളഞ്ഞിരിക്കുകയാണ് SIR നടപടിയിലൂടെ. അതിൽ 1,00,000-ഓളം വോട്ടർമാർ നേമം നിയോജക മണ്ഡലത്തിൽ കാണുവാനില്ല. അതായത് 50,000-ൽ കുറയാത്ത വോട്ടർമാരെയാണ് നേമം നിയോജക മണ്ഡലത്തിൽ നിന്നും വെട്ടിമാറ്റിയിരിക്കുന്നത്. 22,000-ലധികം വോട്ടിന്റെ ലീഡാണ് അവിടെ ഡോക്ടർ തരൂറിനേക്കാൾ BJP നേടിയെടുത്തത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. കൃത്യമായി അദ്ദേഹം പറയുന്നു, വലിയ അന്തരമാണ് ഉണ്ടായിരിക്കുന്നത്. കൃത്യമായി BJPയിലെ പല നേതാക്കളും പറഞ്ഞിട്ടുണ്ട്, തങ്ങൾക്ക് ഇഷ്ടമുള്ള മണ്ഡലങ്ങൾ ജയിക്കാനും പിടിച്ചെടുക്കാനും കശ്മീരിൽ നിന്ന് വരെ ആളെ കൊണ്ടുവന്ന് ആ മണ്ഡലത്തിൽ താമസിപ്പിച്ച് വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് വിജയിക്കാൻ വേണ്ടിയുള്ള അവസരങ്ങൾ ഒരുക്കുമെന്ന്. ഇതാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് കൃത്യമായി ഡോക്ടർ ശശി തരൂർ പറഞ്ഞിരിക്കുന്നത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നമുക്കറിയാം, കേരളത്തിൻ്റെ സ്ട്രാറ്റജി നോക്കുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് പോളിംഗ് അവിടെയാണ്. അവിടെ വലിയ തോതിലുള്ള അട്ടിമറി നടന്നിരിക്കുന്നു. BJP എങ്ങനെയാണ് അവിടെ അട്ടിമറി നടത്തിയത് എന്നുള്ളത് തെളിവ് സഹിതം പറഞ്ഞിരിക്കുകയാണ്. ഇത് നാഷണൽ ലെവൽ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ആണെന്നും പല മണ്ഡലങ്ങളിലും BJP ജയിച്ചത് ഇതുപോലെ വോട്ടർമാരെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലകളിൽ നിന്നും കൊണ്ടുവന്ന് താമസിപ്പിച്ച് ഇരട്ടിപ്പിച്ചും ഒക്കെയാണെന്നും SIR നടപടിയിലൂടെ ഇപ്പോൾ വോട്ടുകൾ വെട്ടിമാറ്റപ്പെടുമ്പോൾ അതിൽ നിഷ്പക്ഷരായവരുടെ വോട്ടുകൾ വെട്ടിമാറ്റപ്പെടുന്നുണ്ടോ, അതോ മുൻകാലങ്ങളിൽ അനധികൃതമായി BJP ആഡ് ചെയ്ത വോട്ടുകളാണോ വെട്ടിമാറ്റപ്പെട്ടത്? ഇതെല്ലാം സമഗ്രമായ അന്വേഷണം, ജുഡീഷ്യൽ എൻക്വയറി വേണം എന്നുള്ള കാര്യം കൂടിയാണ് ലോക്സഭയിലും അതുപോലെ തന്നെ മാധ്യമങ്ങളോടും ഡോക്ടർ ശശി തരൂർ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, അദ്ദേഹം പല വിഷയങ്ങളിലും കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന, അല്ലെങ്കിൽ കോൺഗ്രസിന് കൂടുതൽ ബുദ്ധിമുട്ടേകുന്ന നിലപാടുകൾ എടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അദ്ദേഹം നരേന്ദ്രമോദിയെയോ അല്ലെങ്കിൽ BJPയോ പുകഴ്ത്തുന്നു എന്ന് പറയുന്ന സാഹചര്യത്തിലും ഇവിടെ നടക്കുന്നത് വോട്ട് ചോരിയാണെന്നും രാഹുൽ ഗാന്ധി രാജ്യത്ത് കൃത്യമായി തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം നിറവേറ്റുന്നതെന്നും അദ്ദേഹം അക്ഷരമൃതി തെറ്റാതെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. തിരുവനന്തപുരം പോലൊരു ലോക്സഭാ മണ്ഡലത്തെ 4 തവണ BJPയോട് ഏറ്റുമുട്ടി അവിടെ 4 തവണ അധികാരം നിലനിർത്താൻ ശശി തരൂറിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല. ഓരോ തവണയും അദ്ദേഹത്തിന് വെല്ലുവിളികൾ കടുത്ത രീതിയിൽ തന്നെയാണ് BJP നേതൃത്വം കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിനെ പല രീതിയിലും ഭയചകിതനാക്കാൻ ശ്രമിച്ചു. അതിലൊന്നും വീഴാതെ തന്നെയാണ് അദ്ദേഹം പിടിച്ചു നിന്നിട്ടുള്ളത്.